السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് ഖുർആൻ ക്ലാസ്. മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമുടെ പെത്ത സംഭവം അത് 26 ആയത്തോളം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതായിട്ട് ഈസാ നബി അലൈഹിസ്സലാമുടെ മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹിസ്സലാമുടെ പെത്ത സംഭവം അതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ചത്. ഇന്നിപ്പോ 27 പിടിച്ചിട്ട് 29 ആയത്തോളം ആ മറിയം ബീബി റളിയല്ലാഹു അൻഹ കിടാവുടെയും എടുത്തോണ്ട് ബണ്ട്. അപ്പൊ ആ റായത്തെ ആൾമാർ അവിടെ ആ സമയത്തുള്ള പ്രതികരണം അല്ലെ, അതൊക്കെ മറിയം ബീവി റളിയല്ലാഹു ബേജാറായിട്ടാകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു ചെന്ന് അങ്ങനെ ബേജാറാവണ്ട, ദുഃഖിക്കണ്ട, ആരെങ്കിലും എന്തെങ്കിലും മനുഷ്യന്മാർ കേട്ടേന്ന് കണ്ടെങ്കിൽ നാന് പലക്ക പറയില്ല, ഞാൻ നോമ്പുടെ നേർച്ചയാക്കിയില്ലേ ആ കിടാവുടെ കൊല്ലെ കൈ കാട്ടുറൂ, ആ കിടാവ് അത് ഉത്തരം കൊടുക്കൂ. അങ്ങനെ ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടാവുടെയും എടുത്തോണ്ട് വന്നു. പറമ്പത്ത് ആളുമാറ് മറിയം ബീവിയുടെ ടീ കേൾക്കുന്നത്, യാ റബ്ബേ ഇതെന്താ സ്വറ നിങ്ങൾ ആക്കിട്ടെ, നിങ്ങളെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അങ്ങ് വിളിക്കട്ടെ, യാ ഉഖ്ത ഹാറൂൻ, ഏ ഹാറൂന്റെ സഹോദരിയെ. ഹാറൂൻ ചെന്നെങ്കിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ വന്ന നബി ആയിട്ടിരിക്കുന്നത്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ സഹോദരനായിട്ടിരിക്കുന്നത്. അപ്പൊ ഇബാദത്തിൽ കൂടുതൽ അധ്വാനിക്കല്, കൂടുതൽ അള്ളാഹുദെ ഇബാദത്ത് ചെയ്ത ആളുമാറുക ഹാറൂന്റെ കൊല്ല സേർപ്പടയാക്കിട്ട് അങ്ങ് ചൊല്ലേണ്ടിക്കുന്നത്, ഹാറൂന്റെ സഹോദര. അതല്ല മറിയം ബീവിക്ക് തന്നെ ഹാറൂൻ എന്നൊരു സഹോദരൻ എന്ത്, അതുകൊണ്ടായിട്ടിരിക്കുന്ന ഹാറൂ അയാൾ നല്ല ഇബാദത്തുള്ള ആള് എന്നതുകൊണ്ടായിട്ട് ഹാറൂന്റെ സഹോദരി എന്ന് വിളിച്ചത്. അതല്ല ബനു ഇസ്രായേൽ സ്വാലിഹായ ഹാറൂൻ ചൊല്ലൊരു വ്യക്തി, ആ വ്യക്തിക്ക് അങ്ങനെന്താക്കണത് നല്ല തക്വയിൽ ജീവിക്കണല്ലേ ഹാറൂന്റെ സഹോദരൻ അല്ലെ ഹാറൂന്റെ സഹോദരിയും ചൊല്ലർ, ആ നിലക്ക് വിളിച്ചതായിട്ടിരിക്കുന്നത്. ഏതായാലും മറിയം ബീവി റളിയല്ലാഹു അൻഹ കേൾക്കുന്നത് സ്വാലിഹായ നല്ല തക്വയിലെ ഇബാദത്തിൽ വളർന്ന എന്ന് ഞങ്ങൾ വിചാരിച്ചോണ്ടിരുന്ന നിങ്ങൾ എന്തിനാ ഈ സറാക്കിയ, നിങ്ങളെ ബാപ്പ ഇങ്ങനത്തെ ആളല്ലേ, ഉമ്മ ഇങ്ങനത്തെ ആളെന്തും അല്ലല്ലോ, ബാപ്പ ഇങ്ങനത്തെ ആളെന്തും അല്ലല്ലോ, നമുക്ക് നല്ല സ്ഥാനവും പേരും ഇന്ന ആളല്ലേ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ ആ റായത്താൾ മാറി കേട്ടത്. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടാവ് കൈക്കാട്ടിട്ട് ചെല്ല് കിടാവിടെ ടീ കേൾക്കും. അപ്പൊ അങ്ങ് അത്ഭുതപ്പെട്ടാർ, എങ്ങനെ ഞങ്ങൾ കിടാവിടെ ടീയെ പലക്ക പറയേ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിൽ നിന്ന് മറിയം ബീവിയുടെ മടിയിലായിട്ട് ഈസാ നബി അലൈഹി സ്വലാമിന് ആ നേരത്ത്, അതായത് തൊട്ടിൽ കിടവായിട്ട് കിടക്കുന്ന ആ സമയത്ത് മഹാനായി ഈസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് പലക്ക പറഞ്ഞൊരു സംഭവം അതായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കും. പണ്ട് ആ ആയത്തൊന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബി അലൈഹി സ്വലാമിനെയും എടുത്തോണ്ട് ആ റായത്തെ, അതായത് അന്നത്തെ ആ സമുദായത്തെ മുട്ടപ്പം ആൽമാറുണ്ട് തഹ്മിലുഹു കിടാവിടെ കയ്യിലെടുത്തിട്ടാ വേണ്ടേ. ഖാലു അപ്പൊ അങ്ങ് കേട്ടത്, യാ മറിയമു, ഏ മറിയമ്മ, ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, വലിയൊരു കാര്യല്ലേ നിങ്ങൾ കൊണ്ടുവന്നു. അതായത് മഞ്ഞളാവാത്ത നിങ്ങൾക്ക് മക്കളുണ്ടായിട്ട് ഇത് ഭയങ്കര ഒരു കാര്യല്ലേ. യാ ഉഖ്ത ഹാറൂന, അതാണ് കേൾക്കേ, ഏ ഹാറൂന്റെ സഹോദരിയെ, മാക്കാന അബൂ കംറ സൗഇൻ, നിങ്ങളെ ബാപ്പർ ബടക്കായ മനുഷ്യനും അല്ല, ഒമാ കാനത്ത് ഉമ്മുക്കി ബഗിയ, നിങ്ങളുടെ ഉമ്മയും ഇങ്ങനത്തെ ബടക്ക് ചെയ്ത ആളെന്തും അല്ല എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ അങ്ങ് ചൊല്ലും. ഫഅശാറത്തിലെ, അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹ കിടാവുക്ക് കൈ കാട്ടിയത്. ഖാലു അപ്പൊ അങ്ങ് കേട്ടത്, കൈഫ നുകല്ലിമു, എങ്ങനെ ഞങ്ങൾ പലക്ക പറയണേ, മൻ കാന ഫിൽ മഹ്ദി സബിയൻ, ഈ തൊട്ടിൽ കിടാവായിട്ട് ഈ കിടാവിടൊട്ടു ഈ പലക്ക പറയുക വയസ്സെത്താവത്ത ഈ കിടാവിടൊട്ടു എങ്ങനെ പലക്ക പറയില്ലേ, എങ്ങനെ പലക്കറിയില്ലേ.
കാല. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമോട് ചൊല്ലു. ഈസാ നബി അലൈഹി സ്വലാം പലക്കാരുടെ ബേസെത്തിട്ടില്ലേ, ഇന്നി അബ്ദുല്ലാഹ്. ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലപ്പോൾ നാണ് അള്ളാഹുടെ അടിമ. ആതാനിയൽ കിതാബ്, അള്ളാഹു നക്ക് കിതാബിനെ തന്നത്. വജഅലനി നബിയ, അള്ളാഹു എന്റെ നബിയാക്കിയ. വജഅലനി മുബാറക്കൻ, ഈസാ നബി അലൈഹി സ്വലാം ചൊല്ലു, എന്റെ ബറക്കത്തുള്ളവനാക്കിയ. ഐനമാ കുന്തു, ഞാൻ എവിടെയാണെങ്കിലും. വഔസാനി, അള്ളാഹു എന്റെ വസിയത്താക്കിയ. ബിസ്വലാത്തി, നിസ്കരിക്കുകയും. വസ്സകാത്തി, സകാത്ത് കൊടുക്കും. മാദും തഹയ്യ, ഞാൻ ഹയാത്തലിക്കട കാലത്തോലെല്ലാം സകാത്ത് കൊടുക്കണോട്ടും നിസ്കരിക്കണോട്ടും അള്ളാഹു എന്റെ വസിയത്താക്കിയ. ബർറംബി വാലിദത്തി, എന്റെ ഉമ്മടെ കൊണ്ട് ഗുണം ചെയ്യണം. ബാപ്പയില്ല, ഈസാ നബി അലൈഹി സ്വലാം ബാപ്പയില്ലാണ്ടുണ്ടായതല്ലേ. അപ്പോ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്തല്ലേ. അപ്പൊ ഉമ്മക്ക് ഗുണം ചെയ്യണം. വലം യജ്അൽനി, എന്റെ അള്ളാഹു ആക്കിയിട്ടില്ല. ജബ്ബാറൻ ഷഖിയ, ഭാഗ്യം കെട്ട അഹങ്കാരി കിബറുള്ളവനായിട്ട് എന്റെ ആക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ, അള്ളാഹുടെ സലാം എന്റെ മേലുണ്ട്. യൗമ ഉലിത്തു, എന്റെ പെത്തനാല്. വയൗമ അമൂത്തു, നാം മരിക്കണനാല്. വയൗമ ഉബഅസു ഹയ്യ, എന്റെ രണ്ടാമത് പുനർജന്മം ആക്കപ്പെട്ട നാളും അള്ളാഹുടെ രക്ഷണക്കുണ്ട് എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം തൊട്ടിൽ വെച്ച് പറഞ്ഞു. അപ്പൊ ഈ കാല ഇന്നി അബ്ദുല്ലാ എന്ന് ചൊന്നതിൽ 30, 31, 35, 33 ഈ ആയത്തിൽ ചൊന്നത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞ സംഭവമായിട്ടിക്കത് അവിടെ ചൊന്നത്. ഇനി അതിനപ്പുറം ചൊല്ലത് അത് അള്ളാഹുടെ കലാമായിട്ട്. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പ്രായപൂർത്തി എത്രയ്ക്ക് മുന്നൽ തന്നെ, പലക്കപ്പറയുടെ വയസ്സ് എത്രയ്ക്ക് മുന്നൽ തന്നെ ഇത് പലക്ക പറഞ്ഞത്. പിന്നെ പലക്ക പറഞ്ഞത് എപ്പോ, പലക്കപ്പറയുടെ വയസ്സ് 9. അപ്പൊ അതായിട്ട് ഈ ക്ലാസ് ഈ ആയത്തുകളിലൂടെ, അതായത് 28 പിടിച്ചിട്ട് 33 തൊള്ളായത്ത് നമുക്കൊന്ന് ആയത്ത് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا فأشارت إليه قالوا كيف نكلم من كان في المهد صبيا قال إني عبد الله آتاني الكتاب وجعلني نبيا وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي ولم يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا صدق الله العلي العظيم. فأتت به قومها تحمله قالوا يا مريم لقد جئت. തീ എന്ന താക്ക് കസറ് കൊടുത്തിട്ടായിരിക്കും. അത് മറിയം ബീവി റളിയല്ലാഹു അൻഹ ടീ ചൊല്ലുമ്പോ ആയിട്ട് പെണ്ണിട്ട് ചൊല്ലുമ്പോ തീ എന്ന ലഖദ് ജിഇതി ഷൈഅൻ ഫരിയ. വഖഫാക്കുമ്പോ ഈ ക്ലാസ്സിലെ തുടക്കത്തിൽ തന്നെ ഫരിയ ബയോപ്പനായിട്ട് തന്നെ വരും. യാ ഉഖ്ത ഹാറൂന, അത് മറിയം ബീവിനെ വിളിക്കില്ല, ഹാറൂന്റെ സഹോദരിയെ അങ്ങനെ വിളിക്കുള്ള കാരണമായിട്ട് ഞാൻ തുടക്കത്തിൽ തന്നെ ചൊന്നത്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂക്കി ഇംറഅ, അബൂക്കി അല്ലെ നിങ്ങളെ ബാപ്പ. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹ ടൈറ്റിൽ ചൊല്ലി. അതുകൊണ്ട് അബൂക്കി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുക്കി, മീമല പണിക്കണം, ഉമ്മുക്കി ബഗിയ. ഫഅശാറത് ഇലൈഹി ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ.
മഹദ് തൊട്ടിൽ, സബിയ തൊട്ടിൽ കിടാവായിട്ടിക്കടെ ഈ ആളൊട്ട് കൊണ്ട് അങ്ങനെ പലക്ക പറയുന്നു. അപ്പൊ തൊട്ടിൽ എന്നത് മറിയം വീട് പിന്നെ തുണിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചത് കൊണ്ടായിട്ട് ഇവിടെ തൊട്ടിൽ എന്ന് ചൊന്നറിയുന്നു. കാല അവിടെ കാല ഈസാ നബി അലൈഹി ഇസ്ലാം അപ്പ ചൊല്ല് ഇന്നി അബ്ദുല്ലാഹി, ഇന്നി നൂണ് മണിക്കണം, അബ്ദുല്ലാഹി ആതാനിയ, യാത്തെ മേലക്ക് ഫത്ത് കൊടുത്തത്, അതുകൊണ്ട് ആതാനി ചുതമയാവില്ല, ആതാനിയൽ കിതാബ, യാക്ക് ഫത്ത് കൊടുത്തല്ലേ, പുള്ളിയിട്ടില്ലെങ്കിലും ഫത്ത് കൊടുത്തെങ്കിൽ യാ ആയിട്ട് തന്നായിട്ട് കതിർവത്തിൽ ആതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ബിസ്സലാത്തി സലാത്ത് നിസ്കാരം, വഔസാനി അല്ലാഹു നണ്ടിട്ട് വസിയത്താക്കിന, ബിസ്സലാത്തി വസ്സകാത്തി നിസ്കരിക്കൽ കൊണ്ടു സകാത്ത് കൊടുക്കൽ കൊണ്ടു, മാ ദുംതു ഹയ്യ ഞാൻ ഹയാത്തിൽ കാലത്തോളം, അതായത് ഇബാദത്ത് ചെയ്യണം. വബർറൻ ബിവാലിദതി, ബർറൻ ഇന്ന് തൻവീൻ എന്ത് നെക്സ്റ്റ് ബാ ആയത് കൊണ്ട് ഈ തൻവീൻ ഞങ്ങൾ ഇക്കലാബാക്കട, അപ്പൊ അവിടെ തൻവീൻ പോയിട്ട് മീമ് കേട്ടു, വബർറം റൻ എന്ന തൻവീന് നൂന് പോയിട്ട് മീമ് കേട്ടു, വബർറം ബിവാലിദതി, വാലിദത്തി നന്റെ ഉമ്മടെ കൊണ്ടിട്ട് നന്റെ ഉമ്മക്ക് ഗുണം ചെയ്യണം. വലം യജഅൽനി ജബ്ബാറൻ, നന്റെ അള്ളാഹു ജബ്ബാർ ആക്കിയിട്ടില്ല, അഹങ്കരിക്കുന്നവൻ, ഷഖിയൻ ഭാഗ്യം കെട്ടവൻ, അങ്ങനെ ദോഷം ചെയ്തവനെന്ന ഭാഗ്യം, അങ്ങനെ നന്റെ അള്ളാഹു ആക്കിയിട്ടില്ല. വസ്സലാമു അലയ്യ, അള്ളാഹുടെ സലാം നന്റെ മേലുണ്ട്, അലയ്യ യാക്ക് ശ്രദ്ധ കൊടുത്തിട്ട്, യൗമ ഉലിത്തു എന്നെ പ്രസവിക്കപ്പെട്ട ദിവസം നന്റെ പെത്തനാള്, വയൗമ അമൂത്തിന് നാം മരിക്കണെന്നാലും, വയൗമ ഉബഅസു ഹയ്യ രണ്ടാമത് നന്റെ ഹയാത്താക്കിടനാലും അള്ളാഹുടെ രക്ഷയാണ്. അപ്പൊ ഇത്തര ഈസാ നബി അലൈഹിസ്സലാം പലക്കാതെ, അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമുടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ചെറുതിൽ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു നബിയാക്കിയ. അപ്പൊ സാധാരണ നബിമാരെല്ലാം നബി അവിടെ 40 വയസ്സിലായിട്ടിരിക്കുന്നത്, പക്ഷെ അതിൽ ചെറിയ വയസ്സിൽ വന്ന് നബിയാലായിട്ടിരിക്കുന്നത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം. അതുപോലെ യഹിയ നബി അലൈഹി സ്വലാമും അങ്ങനെ തന്നെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് മുന്നത്തെ ക്ലാസ്സിൽ കാതുകൊടുക്കാം. കാതുകൊടുത്ത് എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ, ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.